നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം നേരുന്നു. ഞങ്ങൾ പോർബന്തറിൽ നിന്നും രാവിലെ 8:30 തന്നെ നമ്മുടെ ആര്യസമാജത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ഇപ്പം ഞങ്ങൾ സോമനാഥിന് പോവാണ്. സോമനാഥിന് ഇപ്പം ഡയറക്റ്റ് വണ്ടി വളരെ വെളുപ്പിനെ പോകും, വളരെ കുറവാണ്. വല്ലപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല ഉണ്ട്. പക്ഷേ എന്നാൽ തന്നെ ഈ വെരാവൽ, ഇപ്പം ഞങ്ങൾ വെരാവൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. വെരാവലിൽ നിന്ന് പിന്നെ ഒരു 15 മിനിറ്റൂടെ യാത്രയുണ്ടെന്നാണ് പറഞ്ഞത് സോമനാഥ്. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടാക്സി കിട്ടും. അങ്ങനെ പോവാണ്. ശരി, എന്നാൽ ഈ യാത്രയിലുള്ള ദൃശ്യങ്ങളൊക്കെ കാണിക്കാം. നമസ്തേ. ഇപ്പം ഇവിടെ പൈപ്പ് ലൈനിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റോഡിൻ്റെ ഒക്കെ സൈഡൊക്കെ കുഴിച്ചിട്ട് ഇരിക്കുകയാണ്. മിക്ക സൈഡിലും പൈപ്പ് ലൈനിൻ്റെ ഒക്കെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. റോഡ് സൈഡിലൊക്കെ അനേകം ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ഫാക്ടറികളൊക്കെ കാണാം. ക്ഷേത്രത്തിലേക്കുള്ള യാത്രാമധ്യേയുള്ള കാഴ്ചകളാണ് ഭാഗത്ത് കടലാണ്. കടൽ തീരത്തുള്ളതാണ് അതിമനോഹരമായിട്ടുള്ള ദൃശ്യഭംഗിയാണ് കാഴ്ചയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പടിഞ്ഞാറ് കടല് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ദൃശ്യഭംഗിയുള്ള ഒരു യാത്രയാണ് നമുക്ക് ഈ പോർബന്തറിൽ നിന്നും സോമനാഥ് ക്ഷേത്രത്തിലേക്കുള്ള യാത്രാമധ്യേ നമുക്ക് ലഭിക്കുന്നത്. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ധാരാളം തെങ്ങുകൾ, കേരളത്തിൽ പോലും ഇത്രയും തെങ്ങുണ്ടോ എന്നുള്ള സംശയമാണ്. അതുപോലെ തെങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ബസ് ഒരു ജംഗ്ഷനിൽ ഒരു സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അവിടെ ആൾ ഇറങ്ങാനും ആൾ കയറാനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബസ് മുന്നോട്ട് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാടത്തൊക്കെ കൃഷി ഇറക്കുന്ന തിരക്കിലാണ് കർഷകരൊക്കെ. എല്ലാ പാടവും കൂട്ടി വൃത്തിയാക്കി വിതയ്ക്കാനായി പാകമാക്കി നിർത്തിയിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ തെങ്ങിൻ തോപ്പുകൾ ധാരാളമുണ്ട്. കേരളത്തിൽ പോലും ഇത്രയും തെങ്ങുണ്ടോയെന്ന സംശയമാണ്. അതുപോലാണ് ഇപ്പോൾ ഇവിടെ എല്ലാം തെങ്ങുകൾ ഇഷ്ടംപോലെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം പക്ഷേ കാഫലം കുറവാന്ന് തോന്നുന്നു. കേരളത്തിൽ അത്രയും കാഫലമൊന്നും ഇവിടെ ലഭിക്കുമെന്നുള്ള സംശയമാണ്. എന്നാൽ തന്നെ കുഴപ്പമില്ല, ആരോഗ്യമുള്ള തെങ്ങുകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ പ്രദേശമൊക്കെ കാണുമ്പോൾ നമ്മളൊരു കേരളത്തിൽ കൂടെ, തമിഴ്നാട്ടിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതിയാണ് കാണുന്നത്. ഗുജറാത്തിൽ കൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ ആയിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും ഈ കാണാൻ പ്രയാസമാണ് നമുക്ക്. നമ്മളെ ഒടുക്കില് വെരാവൽ എന്നുള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ്. വെരാവൽ സിറ്റിയാണ് ഈ കാണുന്നത്. വെരാവൽ GSRTCയുടെ ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഷെയർ ഓട്ടോയ്ക്ക് നമുക്ക് സോമനാഥിലേക്ക് പോകണം. ഇവിടുന്ന് സോമനാഥ് കണ്ട 5-6 കിലോമീറ്റർ കണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഷെയർ ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ആ ഷെയർ ഓട്ടോയ്ക്ക് അങ്ങോട്ട് പോകണം. ഒരാൾക്ക് 20 രൂപ വെച്ചാണ് ഷെയർ ഓട്ടോയ്ക്ക് ചാർജ് പറഞ്ഞത്.
ഇതെല്ലാം വെരാവൽ എന്നുള്ള സ്ഥലമാണ്, വെരാവൽ സിറ്റിയാണിത്. ഇവിടെ എല്ലാം ഈ കപ്പലിൻ്റെ പണികൾ, റിപ്പയറിംഗ് വർക്കുകൾ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറിയ ചെറിയ ബോട്ടുകളുടെ അല്ലെങ്കിൽ കപ്പലുകളുടെ ചെറുതും വലുതായിട്ടുള്ള എല്ലാത്തരം ഈ നെരു അങ്ങോട്ടാണ് ഇതിന് പറയുന്ന പേരെന്ന് പറയുന്നത്, അതിൻ്റെയൊക്കെ റിപ്പയറിങ്ങുകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ സോമനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വന്നിരിക്കുവാണ്. ഇനി സോമനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാണ്. ഇതുവഴി അകത്തോട്ടാണ് സോമനാഥ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. നല്ല വെയിലാണ്. ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോളം അടുത്തായി. ഭയങ്കര വെയിലും നല്ല ചൂടുമാണ്. ഇതുവഴിയാണ് അകത്തേക്ക് പോകുന്നത്, ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണിത്. ഞങ്ങളത് ഭക്ഷണം കഴിക്കുന്ന ഭോജനാലയത്തിൽ നിൽക്കുവാണ്. ഭയങ്കര തിരക്കാണ് ഇതിൽ. പാസ് എടുക്കണം. പാസ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഫ്രീ ആണ്, എന്നാൽ തന്നെ പാസ് എടുത്തുകൊണ്ട് വേണം അകത്ത് കയറേണ്ടത്. അതിനുവേണ്ടി ഉള്ള തിരക്കാണ് ഈ കാണുന്നത്. ലൈനിൽ ഇങ്ങനെ നിന്നപ്പോഴേ, പാസ് എടുക്കാനായിട്ട് ലൈനിൽ നിന്നപ്പം ഭഗവാന്റെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ആൾക്കാർ കൊണ്ടുവന്ന് 2 പാസ് തന്നു. എന്നാൽ നിങ്ങളെടുത്തോന്ന് പറഞ്ഞുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റി. ഇപ്പം ഞങ്ങൾ ലൈനിലാണ്. അങ്ങനെ സോമനാഥൻ്റെ പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചക്കലത്തേക്കുള്ള പ്രസാദം, സോമനാഥൻ്റെ പ്രസാദം കഴിക്കുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഒരു സൗകര്യമാണ് ഈ അന്നപ്രസാദം. സോമനാഥൻ്റെ പ്രസാദം കഴിക്കുന്ന ധാരാളം ജനങ്ങൾ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സോമനാഥ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിട്ടുള്ള മറ്റൊരു ശിവക്ഷേത്രമാണ്. ഇവിടെ ദർശിച്ചതിന് ശേഷമാണ് നമ്മൾ സോമനാഥ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുന്നത്. പ്രവേശന കവാടത്തിലേക്ക് എത്തുമ്പോൾ കാണുന്ന ഒരു സ്റ്റാച്ചു ആണിത്.
അവിടുത്തെ ദർശനത്തിന് ശേഷം നമ്മൾ ഇതുവഴിയാണ് പുറത്തേക്ക് കടക്കുന്നത്. ഈ വഴി മുകളിലോട്ട് ചെന്നിട്ട് വേണം, മുകളിലോട്ട് പോകുന്നുണ്ട്. മുകളിലോട്ട് ചെല്ലുമ്പോൾ അറിയാം പിന്നെ ഈ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. സോമനാഥ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യം ദർശനം നടത്തിയത് സോമനാഥ ക്ഷേത്രത്തിലെ ചെറിയ ക്ഷേത്രമാണ്. ഇനി വലിയ മെയിൻ ക്ഷേത്രത്തിലേക്കുള്ള ദർശനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നതൊക്കെ. ഇതുവഴിയാണ് അകത്തോട്ട് പോകുന്നത്. ഞാൻ അകത്ത് കയറി ദർശനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് സ്വാമിയെ വിട്ടേക്കുവാണ് ദർശനത്തിന് വേണ്ടി. ഭയങ്കര ക്യൂ ആണ്. അകത്തോട്ടൊന്നും നമ്മൾ ക്യാമറ കാര്യങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുവരാൻ അവർ സമ്മതിക്കത്തില്ല. ബാഗ് മറ്റുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ ക്ലോക്ക് റൂമിൽ വെക്കണം. അതിനൊക്കെ ഭയങ്കര ചാർജാണ്. അതുകൊണ്ട് നമ്മൾ ഒരാളിവിടെ കാവലേൽപ്പിച്ചിട്ട് ഒരാൾ പോയി ദർശനം ചെയ്തിട്ട് വരും. അങ്ങനെയാണ് ഞങ്ങളുടെ സിസ്റ്റം. അങ്ങനെ ഇപ്പം ഞാൻ പോയി ദർശനമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം സ്വാമി പോയേക്കുവാണ്. ഞാനിവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോഴും ആൾക്കാർ ഇവിടെ ക്ഷേത്രം അടയ്ക്കാറില്ല. രാവിലെ തുറന്നാൽ പിന്നെ രാത്രി വരെ ഇങ്ങനെ ആൾക്കാർ വന്നും പൊയ്ക്കൊണ്ടിരിക്കുക. കാണിക്കാം. സോമനാഥ ക്ഷേത്രത്തെ ഒരിക്കൽ കൂടി ദർശിച്ചിട്ട് നമ്മൾ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ യാത്രയാകുവാണ്. മറ്റുള്ള കാഴ്ചകൾ നമുക്കിനി പോകുന്ന വഴിക്ക് കാണാവുന്നതാണ്. സോമനാഥ ടെമ്പിളിലേക്കുള്ള തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുന്തോറും തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇവിടുന്ന് നേരെ ബറോഡയ്ക്കാണ് പോകേണ്ടത്. ബറോഡയ്ക്ക് നേരിട്ട് ഇവിടുന്ന് ബസ് കിട്ടത്തില്ല. ഇവിടുന്ന് വിരാവൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. അവിടുന്ന് വേണം പിന്നെ ബസ് പിടിക്കേണ്ടതായിട്ട്.